പ്രത്യേകിച്ച് ബാച്ചിലേഴ്സിനൊക്കെ ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയ നല്ല തമിഴ്നാട് സ്റ്റൈൽ ബിരിയാണി ഉണ്ടാക്കി നോക്കിയല്ലോ. ബാച്ചിലേഴ്സിന് മാത്രമല്ല എല്ലാവർക്കും ട്രൈ ചെയ്യാം. അപ്പോൾ ലെറ്റ്സ് ഗോ. നമുക്ക് ചട്ട നോക്കാം. നമ്മളെ ചെമ്പ് ചൂടായാലും എണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ ചൂടാക്കി വരുമ്പോൾ അതിൽ നെയ്യ് ഇട്ട് കൊടുക്കുക. നെയ്യ് ഇട്ടിട്ട് അതിൽ റോ സ്പൈസസ് ആഡ് ചെയ്യുക. അതൊന്ന് വഴറ്റുക. ഒന്ന് വഴന്ന് വരുമ്പോൾ അതിലിട്ട് സവോള ആഡ് ചെയ്യുക. സവോളയിൽ ലേശം ഉപ്പിട്ട് കഴിഞ്ഞാൽ വേഗം വഴന്ന് കിട്ടും. വഴന്ന് കഴിഞ്ഞാൽ അതിക്ക് 2 പച്ചമുളക് ഇടുക. പിന്നെ അതൊന്ന് വഴറ്റുക. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് അതും വഴറ്റുക. അതും വഴന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ മല്ലിച്ചപ്പും പുതിന ഇടുക. അതും വഴറ്റിയിട്ട് അതിക്ക് തക്കാളി പേസ്റ്റ് ഒഴിക്കുക. അത് വഴറ്റിയെടുത്തിട്ട് അതിക്ക് തൈര് ഒഴിച്ച് കൊടുക്കുക. തൈര് ഒഴിച്ച് കഴിഞ്ഞാൽ നല്ലൊന്ന് വഴറ്റിയിട്ട് ഗരം മസാല, മുളക് പൊടി, ബിരിയാണി മസാല, ചിക്കൻ മസാല, പിന്നെ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. നല്ലോണം വഴറ്റുക. പിന്നെ നമ്മൾ നേരത്തെ അരച്ച തക്കാളിൻ്റെ ജാറൊന്ന് ചുവറ്റി പറഞ്ഞ് നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കുക. അതിലോട്ട് ചിക്കൻ ആഡ് ചെയ്യുക. നല്ലോണം ഇളക്കുക. ഒരു 10 മിനിറ്റ് മൂടി വെക്കുക. പിന്നെ തുറക്കുക. വീണ്ടും ഇളക്കുക. പിന്നെ നമ്മൾ അരി എടുത്ത അളവിൻ്റെ ഡബിളായിട്ട് വെള്ളം പാർന്ന് കൊടുക്കുക. ഞാൻ ഒരു കപ്പിലെടുത്തപ്പോൾ ഞാൻ 2 കപ്പ് വെള്ളം പാർന്നു. അതിലോട്ട് ഞാൻ നല്ല നൈസ് പൊടി അരിയാണ് എടുക്കണത്. അപ്പോൾ പൊടി അരി ഇട്ട് കൊടുക്കുക. നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക. നല്ല ഇളക്കി സെറ്റപ്പ് ആക്കിയിട്ട് ഒന്ന് അടച്ചേക്കുക. കുറച്ച് നേരം അടച്ച് വെച്ചിട്ട് പിന്നെ തുറക്കുക. പിന്നെ നമ്മളിങ്ങനെ ഒന്ന് തിളച്ച് വരുമ്പോൾ നമ്മൾ അതിലോട്ട് ഇത് ഇടുക. മല്ലിച്ചപ്പ് ഒന്നും കൂടി ഇട്ട് കൊടുക്കുക. പിന്നെ ഈ ഒരു ലെവലാകുമ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസി ആകുമ്പോൾ എല്ലാ ചെമ്പട്ടി എടുത്ത് വേറെ ഇതിലേക്ക് മാറ്റി അതിൻ്റെ താഴെ നമുക്ക് ഒരു അപ്പച്ചട്ടി വെക്കുക. അതിൻ്റെ മേലെ വീണ്ടും നമ്മളെ ചെമ്പട്ടി കയറ്റി വെച്ച് ദമ്മിനിടുക. അതിൻ്റെ മേലെ ഒരു വെയിറ്റ് വെക്കുക. ഒരു 10 മിനിറ്റ് തീ ലോ ഫ്ലെയിമിലിട്ട് ദമ്മിടുക. അത് കഴിഞ്ഞൊരു 10 മിനിറ്റ് ഓഫ് ആക്കി വെക്കുക. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇളക്കിയെടുത്താൽ എൻ്റെ സാറേ നമ്മളെ ബിരിയാണി ഇവിടെ റെഡി. അതെടുത്തിട്ടൊരു വായ അങ്ങ് കഴിച്ചാൽ വേറെ ലെവൽ. പൊളിയേ പൊളി. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് കമൻറ്റിൽ അറിയിക്കുക.